നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ രാജ്യം മുഴുവൻ 80ാമത് സ്വാതന്ത്ര്യദിന ആഘോഷം വളരെ ആഘോഷമായി തന്നെ നടത്തി. പക്ഷേ സ്വാതന്ത്ര്യദിനാഘോഷം കഴിഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില വിവാദങ്ങൾ ഇപ്പോഴും ആളിക്കത്തുകയാണ്. മറ്റൊന്നുമല്ല, വന്ദേ മാതരം മുഴുവൻ ചൊല്ലണോ വേണ്ടയോ, അല്ലെങ്കിൽ അത് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ കഴിഞ്ഞ ഈ ഒരു സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെയും ആ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും വന്ദേ മാതരം മുഴുവനായിട്ട് പാടാത്ത ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ഏതായാലും ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിനിടെ വന്ദേ മാതരം ആലാപനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം BJPയും കോൺഗ്രസും തമ്മിലുള്ള പുതിയ പോർമുഖമായി മാറുന്നു. വന്ദേ മാതരം ആലാപനത്തിനിടെ ദേശീയ ഗീതത്തെ അവഹേളിക്കുന്ന രീതിയിൽ പെരുമാറിയെന്നാരോപിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെട്ടു. പുതുതായി നിലവിൽ വന്ന വന്ദേ മാതരം നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ച സോണിയാഗാന്ധിക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും BJP നേതാവ് നിഷികാന്ത് ദുബെ രംഗത്ത് വന്നത്. ഇതോടെ കോൺഗ്രസ് വിഷയത്തിൽ പ്രതിസന്ധിയിലായി. ഓഗസ്റ്റ് 15-ന് ഡൽഹി AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ വന്ദേ മാതരത്തിന്റെ പൂർണ്ണരൂപം ആലപിച്ചിരുന്നു. ചടങ്ങിനിടെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും തമ്മിൽ ചില സംഭാഷണങ്ങളും ആംഗ്യങ്ങളും കാണിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നതാണ് വിവാദത്തിന് തുടക്കമിട്ടത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ നിൽക്കെയാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. വന്ദേ മാതരത്തിന്റെ പൂർണ്ണരൂപം ആലപിച്ചപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഖാർഗെയും അസ്വസ്ഥരായതായി BJP MP അനുരാഗ് ഠാക്കൂർ രൂക്ഷമായി വിമർശിച്ചു. കേവലം പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വം ദേശീയ ഗീതത്തെ പരസ്യമായി അവഹേളിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മല്ലികാർജുൻ ഖാർഗെയാണ് പാർട്ടി അധ്യക്ഷനെങ്കിലും സോണിയാഗാന്ധിയാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും ഈ സംഭവത്തിലൂടെ വ്യക്തമായെന്നും ദളിത് ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖമാണിതെന്നും അനുരാഗ് ഠാക്കൂർ പരിഹസിച്ചു. നെഹ്റുവിന്റെ കാലം മുതൽക്കേ വന്ദേ മാതരത്തിന്റെ പൂർണ്ണ രൂപത്തോടുള്ള കോൺഗ്രസിന്റെ എതിർപ്പ് ഇവിടെയും പ്രതിഫലിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വന്ദേ മാതരം ആലാപനം മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയോ ആലാപനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സദസ്സിന് തടസ്സമുണ്ടാക്കുകയോ ചെയ്യുന്നത് ശിക്ഷാർഹമാക്കുന്ന നിയമ ഭേദഗതി അടുത്തിടെ നിലവിൽ വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് AICC ആസ്ഥാനത്തെ സംഭവവും ശ്രദ്ധ നേടുന്നത്. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ അമെൻമെന്റ് ആക്ട് 2026 വഴി ദേശീയ ഗാനത്തിന് ലഭിച്ചിരുന്ന നിയമപരിരക്ഷ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനും ബാധകമാക്കിയിട്ടുണ്ട്. വന്ദേ മാതരം ആലപിക്കുന്നത് മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയോ അതിനായി ഒത്തുകൂടിയ സദസ്സിന് തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്താൽ 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന വ്യവസ്ഥയാണ് നിയമത്തിലുള്ളത്. സമാന കുറ്റത്തിൽ വീണ്ടും ശിക്ഷിക്കപ്പെട്ടാൽ കുറഞ്ഞത് 1 വർഷത്തെ തടവിനും വ്യവസ്ഥയുണ്ട്. അതേസമയം BJPയുടെ ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് രംഗത്തെത്തി. ചടങ്ങിൽ ഏറെ നേരം നിലയുറപ്പിച്ച പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് ഇരുന്ന് നൽകാനായി ഒരു കസേര എത്തിച്ചു നൽകാൻ ആവശ്യപ്പെടുകയാണ് സോണിയാഗാന്ധി ചെയ്തതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അല്ലാതെ ഗാനം തടസ്സപ്പെടുത്താനോ അതിനോട് അനാദരവ് കാണിക്കാനോ ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ വിഷയത്തെ BJP അനാവശ്യമായി വിവാദമാക്കേണ്ടതില്ലെന്നും ഗാനം മുഴുവനായി ചൊല്ലുന്നതിൽ തെറ്റില്ലെന്നും ജയറാം രമേശ് മാധ്യമങ്ങളോട് പറഞ്ഞു. ചടങ്ങിൽ വന്ദേ മാതരത്തിന്റെ പൂർണ്ണരൂപം തന്നെയാണ് ആലപിച്ചതെന്നും അദ്ദേഹം ആവർത്തിച്ചു. വന്ദേ മാതരം ആലാപനവുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ വശങ്ങൾ പാർലമെന്റിൽ പോലും വിശദമായി ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 1937 ഒക്ടോബർ 28-ന് കൽക്കറ്റയിൽ നടന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, സർദാർ പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിലും രവീന്ദ്രനാഥ് ടാഗോറിന്റെ നിർദ്ദേശപ്രകാരവുമാണ് വന്ദേ മാതരത്തിന്റെ ആദ്യ ഈരടികൾ മാത്രം ഔദ്യോഗിക ചടങ്ങുകളിൽ ആലപിക്കാൻ തീരുമാനിച്ചതെന്നും ജയറാം രമേശ് ചൂണ്ടിക്കാട്ടി. അന്നുമുതൽ എല്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളും പാർട്ടി പ്രവർത്തകരും സേവാദളും ഈ രീതി തന്നെയാണ് പിന്തുടരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ മുൻകാലങ്ങളിൽ പാർട്ടി സ്വീകരിച്ചിരുന്ന കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ഗാനം പൂർണ്ണമായി ആലപിക്കപ്പെട്ടത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ആദ്യ വരികൾക്ക് ശേഷം ഗാനം തുടർന്നപ്പോൾ പാർട്ടിയിലെ പ്രമുഖ നേതാക്കളുടെ ഭാഗത്തു നിന്നും അസ്വസ്ഥതകൾ ഉണ്ടായി എന്ന തരത്തിലാണ് BJPയും കേന്ദ്ര ഭരണപക്ഷവും ആക്രമണം ശക്തമാക്കുന്നത്.
വന്ദേമാതരം അതിന്റെ പൂർണ്ണ രൂപത്തിലോ ഔദ്യോഗിക രീതിയിലോ കർശനമായി പാലിക്കപ്പെടണമെന്നാണ് BJPയും സംഘപരിവാർ സംഘടനകളും തുടർച്ചയായി ആവശ്യപ്പെടുന്നത്. മുൻകാലങ്ങളിൽ രാഷ്ട്രീയ പ്രീണനത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് ദേശീയ ഗീതത്തിന്റെ വരികൾ ചുരുക്കിയതെന്നാണ് BJPയുടെ പ്രധാന ആരോപണം. പുതിയ നിയമനിർമ്മാണങ്ങളിലൂടെ വന്ദേമാതരത്തിന് കൂടുതൽ നിയമപരിരക്ഷ ഉറപ്പാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ ഇത്തരമൊരു സംഭവം BJP വൻ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. മറുവശത്ത് ദേശസ്നേഹത്തെ അതീവ ബഹുമാനത്തോടെ കാണുമ്പോഴും അത് നിർബന്ധപൂർവ്വം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള BJPയുടെ ശ്രമങ്ങളെ ശക്തമായി ചെറുക്കുമെന്നാണ് കോൺഗ്രസ് നിലപാട്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ജനങ്ങളെ ബാധിക്കുന്ന മറ്റ് സാമ്പത്തിക പ്രതിസന്ധികൾ തുടങ്ങിയ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് പൊതുശ്രദ്ധ തിരിച്ചുവിടാൻ ഭരണകൂടവും BJPയും ബോധപൂർവം ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം കുറ്റപ്പെടുത്തിയത്. വന്ദേമാതരം ആലാപനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഇതോടെ ദേശീയ തലത്തിൽ തന്നെ വലിയ രാഷ്ട്രീയ കോളിളക്കമായി മാറിക്കഴിഞ്ഞു. BJPയുടെ കടന്നാക്രമണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ, പ്രതിരോധിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോഴും വിഷയത്തിൽ പോര് കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. ഏതായാലും നിയമ നടപടികളിലേക്ക്, അത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് BJP കടക്കുമോ എന്നറിയില്ല. ഏതായാലും അങ്ങനെ ഒരു നിയമ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്.